യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്താ നന്ദൻ എന്ത് പറഞ്ഞു മോളെ? മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ അജുവേട്ടനൊന്ന് മാറി നിൽക്കട്ടെ എന്ന്. അയ്യോ, ഇപ്പോ പോലീസിന്റെ കയ്യിൽ പെടാൻ പാടില്ല എന്ന്. ആ ശരിയാ. സ്ത്രീപീഡനത്തിന് പോലീസ് പിടിച്ച ആദ്യം ഇടിച്ച് പഞ്ചറാക്കും. ജയിലിൽ കൊണ്ട് ചെല്ലുമ്പോഴും ഇടിക്കും. കൂടെയുള്ള തടവുകാരും പിടിച്ചിട്ട് ഇടിക്കും. ഓ, എന്നാലും എന്റെ ഈശ്വര, എന്റെ കൊച്ചിന് ഈ ഗതി വന്നല്ലോ. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിന് ഈ ഗതി വന്നല്ലോ. ഈശോ, അവന് ചുമ്മാതെ അങ്ങനെ ഇടിക്കോ? എന്നാ പിന്നെ അതൊന്നും അറിയണമല്ലോ. ഇടിക്കേണ്ടത് എന്റെ മോനെ ചതിച്ചവളെയാ, അവളുടെ പിന്നെ നിൽക്കുന്നവരെയാ. എന്റെ കുഞ്ഞിനെ കുടുക്കിയിട്ട് അതിന്റെ പിന്നിൽ ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഒരുപാട് പേരുണ്ട് മാതൃ ചേച്ചി, ഒരുപാട് പേരുണ്ടാവും. സത്യം പറഞ്ഞ ഇപ്പൊ പുറത്തിറങ്ങാൻ വയ്യ. ഞാൻ പോകുമ്പോ ഓരോരുത്തരുടെ നോട്ടം ഒന്ന് കാണണം. പൂജ, നീ കുറച്ചു ദിവസത്തേക്ക് പുറത്തിറങ്ങണ്ട. എന്താ പുറത്തിറങ്ങിയ? എന്താ കുഴപ്പം? എന്റെ അജുവേട്ടൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ എനിക്ക് തല താഴ്ത്തി നടക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് ചതിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ നാട്ടുകാര്, അവർക്ക് എന്തും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓരോരുത്തരായിട്ട് അടുത്ത് ചെന്ന് നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. അവരെ വിശ്വസിപ്പിക്കേണ്ട കാര്യമില്ല. നാളെ സത്യം പുറത്തു വരുമ്പോ അവർക്ക് കാര്യം മനസ്സിലാവും. പൂജെ, നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് ഞാൻ വന്നു പറഞ്ഞത്? ഈ കേസെടുത്താൽ കേസിൽ തോൽക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടു നോക്കെ. അമ്മേ, ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തു കാര്യമില്ലെന്നു? അന്ന് അതനുസരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ഒളിവ് പോണ്ട് വരുമായിരുന്നോ? എന്നാലും ആ പെണ്ണുമായിട്ട് എവിടേക്കാ കറങ്ങി തിരിഞ്ഞു? ആന്റി പറഞ്ഞില്ലേ, തെളിവുകൾ അവള് ബോധപൂർവ്വം ഉണ്ടാക്കിയതാ. അതാ ആ വീഡിയോകള്. ആ, അങ്ങനെയൊക്കെ ആയാൽ മതിയായിരുന്നു. പക്ഷെ ആ സ്വാതിയുടെ പറച്ചില് കേട്ടാ എല്ലാം നടന്നാണെന്നേ തോന്നൂ. ആ, ആണുങ്ങളല്ലേ, ചിലപ്പോ നടന്നിട്ടുണ്ടാവും. എന്താ ഓരോന്ന് പറയുന്ന കേട്ടില്ലേ? എല്ലില്ലാത്ത നാവുകൊണ്ട് എന്തും പറയാവുന്നാണോ? ഒന്നാതെ തീ പിടിച്ച് നിക്ക. അപ്പൊ അതിന്റെ ഇടയിൽ മനസ്സ് തകർക്കാൻ വേണ്ടി ഇങ്ങനെ കുത്തി പറഞ്ഞാലുണ്ടല്ലോ. മധു, നീ ഇനി നാവ് ഉയർത്താൻ നോക്കിയാലുണ്ടല്ലോ. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞിനൊരു ആപത്തും വരുത്തല്ലേ. അമ്മ,